ഹായ് എവ്രി വൺ, ഒരു ന്യൂ വീഡിയോയാണ്. നമ്മൾ CMA ഇന്നറിൻ്റെ ഡിസംബർ 2024 എക്സാംസിന് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റ് വൈസ് ടോപ്പിക് സെലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 60+ മാർക്കാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അറൗണ്ട് 75 to 80% ഓഫ് ദ സിലബസ് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓരോ സബ്ജക്റ്റിലെയും ടോപ്പിക്സ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡീപ്പായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളെപ്പോലൊരു സ്റ്റുഡൻ്റാണ് ഞാനും ഈ അറ്റംപ്റ്റ് എക്സാം എഴുതാൻ പോവുകയാണ്. ഞാനും നിങ്ങളെപ്പോലെ പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. 8 സബ്ജക്റ്റിലെ അത് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ മാക്സിമം സ്പീഡിന് ചെയ്യുന്നുണ്ട്. നമുക്കിനി 23 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ടോപ്പിക്സ് ഒക്കെ തീർത്ത് നമുക്കൊന്ന് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. മാക്സിമം ലെങ്ത് കുറച്ച് പെട്ടെന്ന് കണ്ടൻറ്റ് തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ വീഡിയോസ് ഫുള്ള് കാണുക. ഓക്കെ, നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സെക്കൻഡ് ഗ്രൂപ്പിലെ ഫസ്റ്റ് പേപ്പറാണ്. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പിലെ ഫസ്റ്റ് പേപ്പറാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമുക്ക് ടോപ്പിക്കിലോട്ട് ഡയറക്റ്റായിട്ട് വരികയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്, ഈ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് 2 മെത്തേഡ്സ് ഇതിൽ ഫോളോ ചെയ്യാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് സ്കോറിംഗ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. പലർക്കും അറിയില്ല, അല്ലെങ്കിൽ പലരും അത് കറക്റ്റ് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത് സ്കോറിംഗ് അല്ലാണ്ട് പോകുന്നത്. ഇൻക്ലൂഡിങ് മീ, എനിക്കറിയില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിലാണ് ഈ ഒരു സീക്രട്ട് മനസ്സിലാക്കിയതും. ഇത് കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഞാൻ ഫോളോ ചെയ്യണമെന്ന് കരുതി, പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പേപ്പറിനായിരുന്നു ഏറ്റവും മാർക്ക് കുറവ്, 34 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ബാക്കി സബ്ജക്ട്സിലോട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷേ എനിക്ക് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിവിടെ പറയാം. ഈ ഒരു പേപ്പറിനെ സംബന്ധിച്ച് നമുക്കറിയാലോ, 100 മാർക്സാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. നമുക്ക് 60+ സ്കോർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. അതായത് ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ച് ഇതിനകത്ത് 2 സബ് ഡിവിഷൻസ് ഉണ്ട് അല്ലേ. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്നൊരു സബ്ജക്റ്റും ഉണ്ട്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റും ഉണ്ട്. 50-50 നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ചില കുട്ടികൾക്ക് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് OM നന്നായിട്ട് അറിയായിരിക്കും, ചിലർക്ക് SM നന്നായിട്ട് അറിയായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ 2 മെത്തേഡ് പറയുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ SM നന്നായിട്ട് അറിയുന്ന കുട്ടികൾ, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നന്നായിട്ട് അറിയാം, OM വലിയ പിടിയില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് നോക്കാം. SM നന്നായിട്ട് അറിയുന്നവരെ സംബന്ധിച്ച് SM ഫുള്ളായിട്ട് പഠിക്കുക. ഒരു പോർഷൻ പോലും സ്കിപ്പ് ചെയ്യാണ്ട് SM ഫുള്ള് കവർ ചെയ്യുക. SM 4 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ആ 4 ചാപ്റ്റേഴ്സ് ഫുള്ളായിട്ട് കവർ ചെയ്യുക. അതിനകത്ത് പിന്നെ എന്ത് ചെയ്യരുത്, ഒരു തരത്തിൽ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. 4 ചാപ്റ്റേഴ്സുകൾ ഫുള്ള്. അതിന് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻ, ഓക്കെ, ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ, നമ്മുടെ എക്സാമിൻ്റെ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് SM ആണ്. അപ്പോൾ അതിലൊരു ഇതെന്ന് പറഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 6, ക്വസ്റ്റ്യൻ നമ്പർ 7, ക്വസ്റ്റ്യൻ നമ്പർ 8, ഇത് 3 ശരിക്കും എല്ലാ അറ്റംപ്റ്റിലും SMൻ്റെ ഡിസ്ക്രിപ്റ്റീവ് പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് A കാണും, B കാണും. ഇത് 7 മാർക്ക്, ഇത് 7 മാർക്ക്. അങ്ങനെ ഇതിന് ഓരോന്നിനും A പോർഷനുണ്ട്, B പോർഷനുണ്ട്, A പോർഷനുണ്ട്, B പോർഷനുണ്ട്. ഓരോന്നും 7 മാർക്കിനാണ്. അങ്ങനെ നമ്മൾ SM ഫുള്ള് പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് നമുക്ക് ടോട്ടൽ എത്ര മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് പോർഷൻ ഇത് കിട്ടും? 42 മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ, 42 മാർക്ക് കിട്ടും. SM ഫുള്ള് ഒരു പോർഷൻ പോലും സ്കിപ്പ് ചെയ്യാത്ത കുട്ടികളെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻ SMന് വേണ്ടി മാത്രമാണ്. അതിനകത്ത് നിന്ന് നമുക്ക് 42 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് എഴുതി നമുക്ക് മേടിക്കാം. പ്ലസ് SMൽ നിന്ന് നമുക്ക് ഈ MCQ പോർഷനിൽ 8 മാർക്കിനും ഉണ്ടാവും. 8 മാർക്കിനെന്ന് പറഞ്ഞാൽ അറൗണ്ട് 4 ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്നുണ്ടാവും. 4 or 5 ഉണ്ടാവാറുണ്ട്. ഞാൻ ഒരു ആവറേജ് 4 എന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്കൊരു 8 മാർക്കും കിട്ടും. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര മാർക്കായി? 50 മാർക്ക് നമുക്ക് SM ഫുള്ളായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 50 മാർക്ക് നമുക്ക് സേഫാണ്. പിന്നെ നമ്മൾ SM മാത്രം പഠിച്ച് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ പ്രസൻറ്റേഷനോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ടെൻഷൻ കാരണം പ്രസൻറ്റേഷനോ നടന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്കൊരു സേഫ്റ്റി എന്നുള്ള രീതിക്ക്, ഓക്കെ, നമുക്കൊരു പ്രിക്വേഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ OMലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാം. ഓക്കെ,
OMലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ പഠിക്കുക. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ 1 എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഡിസൈനിങ് ഓഫ് ഓപ്പറേഷണൽ സിസ്റ്റം ആൻഡ് കൺട്രോൾ, അതായത് ചാപ്റ്റർ 3. അതുപോലെ ചാപ്റ്റർ 5 ഈ 3 ചാപ്റ്റേഴ്സ് ആസ് എ പ്രിക്വേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പ്രിക്വേഷനായിട്ട് പഠിച്ചു വെച്ചാൽ ഇതിൽ നമുക്കൊരു 15 മാർക്സ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 10 to 15 മാർക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇൻ കേസ് എക്സാമിൽ എന്തെങ്കിലും മറന്നു പോയാലും നമ്മൾ ഈ ഒരു സേഫ്റ്റി ഒരു പ്രിക്വേഷൻ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10 to 15 മാർക്സ് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ടാലി ആയിട്ട് അറൗണ്ട് ഒരു 50 to 60 മാർക്സ് കിട്ടും. എല്ലാം ഓർമ്മയുണ്ട്, എല്ലാം കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയത് സംബന്ധിച്ച് 60 മാർക്ക് ഷുവറായിട്ട് കിട്ടും. അല്ല കുറച്ചൊക്കെ വിട്ടുപോയി മറന്നുപോയി എന്നുള്ളവർക്ക് 50 മാർക്ക് സുഖമായിട്ട് കിട്ടാനുള്ളൊരു വേ ആണ് പറഞ്ഞത്. നമ്മൾ SM ഫുള്ള് പഠിക്കുക, അതിനൊന്നും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് 42 മാർക്കും MCQവിൽ നിന്ന് 8 മാർക്കും, അങ്ങനെ ടോട്ടൽ 50 മാർക്ക് കിട്ടി. പിന്നെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ഒരു സേഫ്റ്റി എന്നുള്ള രീതിക്ക് 3 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റർ 3, ചാപ്റ്റർ 5. ഇത് 3 നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കൊരു സേഫ്റ്റിയാണ്. ഇൻ കേസ് നമുക്കിത് മറന്നുപോയാൽ എടുക്കാനുള്ള വേണ്ടിയിട്ടാണ്. ഇൻ കേസ് നമ്മൾ മറന്നിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 എഴുതാം. അപ്പോൾ നമുക്ക് അറൗണ്ട് ഒരു 60 മാർക്ക് കിട്ടും. മറന്നുപോയാൽ 50 ഉറപ്പായിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. SM നന്നായിട്ട് അറിയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ്. SM അറിയുന്നവർ മാത്രം ഇത് എടുത്താൽ മതി. അപ്പോൾ ചില ആൾക്കാർക്ക്, ഇനി സെക്കൻഡ് മെത്തേഡാണ് പറയുന്നത്, ചില ആൾക്കാരെ സംബന്ധിച്ച് തിയറി പേപ്പർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് എപ്പോഴും ഒരു പ്രോബ്ലം ആ ഒരു രീതിക്കാണിക്കും ഇഷ്ടം. അപ്പം അങ്ങനെയുള്ളവർക്ക് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ OM നന്നായിട്ട് അറിയുന്നവരെ സംബന്ധിച്ച് OM ഫുള്ളായിട്ട് നോക്കുക. OM ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറൗണ്ട് 50 മാർക്ക് അതിൽ നിന്ന് സേഫായിട്ട് കിട്ടും. ഓക്കെ, OM ഫുള്ളായിട്ട്. പിന്നെ എനിക്കതിൽ തോന്നിയിട്ടുള്ള, എന്നെ സംബന്ധിച്ച് OM നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ പല ക്വസ്റ്റ്യൻസും. അതുകൊണ്ടാണ് ഞാൻ SM ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ OM നന്നായിട്ട് അറിയുന്നവർ OM ഫുള്ളായിട്ട് നോക്കുക. 50 മാർക്സ് നമുക്ക് അതിൽ നിന്ന് നന്നായിട്ട് അറിയുന്നവർ കറക്റ്റ് ആൻസർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 50 മാർക്ക് ഷുവറായിട്ട് കിട്ടും. ഇൻ കേസ് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കുറഞ്ഞു പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം, നമുക്ക് 40 എന്തായാലും വേണമല്ലോ. നമുക്കതുകൊണ്ട് നമ്മൾ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, SMൽ നിന്ന് ഒരു 2 ചാപ്റ്റേഴ്സ് കൂടെ പഠിച്ചേക്കാം. ഞാൻ 2 പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ചാപ്റ്റേഴ്സ് ആകുമ്പോൾ നല്ല ലെങ്തിയാണ്. അപ്പോൾ 2 ചാപ്റ്റേഴ്സ് പഠിക്കുക ആസ് പെർ യുവർ കൺവീനിയൻസ്. ഞാൻ ഏതെന്ന് നിർബന്ധം പറയുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ 4 ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് പറ്റുന്ന 2 ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് സെലക്ട് ചെയ്യാം. പ്രിഫറൻസ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ചാപ്റ്റർ, SMൻ്റെ സെക്കൻഡ് ചാപ്റ്ററും ഏതാണ്, ഇൻട്രൊഡക്ഷനുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് OM നന്നായിട്ട് അറിയുന്നവർക്കാണ്. OM ഫുള്ളായിട്ട് പഠിക്കുക. എന്നിട്ട് SMൻ്റെ 2 ചാപ്റ്റേഴ്സ് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എൻ്റെ പ്രിഫറൻസിൽ ഞാൻ പറയും, നിങ്ങൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 2 സെലക്ട് ചെയ്യാൻ, ഇൻട്രൊഡക്ഷനും സെക്കൻഡ് ചാപ്റ്ററും സെലക്ട് ചെയ്യാനേ ഞാൻ പറയും. എന്നിട്ട് OM ഫുള്ളായിട്ട് പഠിച്ചു നോക്കും. നിങ്ങൾക്ക് എന്തായാലും 60 മാർക്സ് ഷുവറായിട്ട് കിട്ടും. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും മറന്നുപോയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സേഫ്റ്റി ആയിട്ട് വെച്ചിരിക്കുന്ന 2 ചാപ്റ്റേഴ്സ് എടുക്കാം. അപ്പോൾ നമുക്ക് 50 സുഖമായിട്ട് കിട്ടും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാട്ടോ. ഞാൻ പറയുന്നത് നിങ്ങളിത് ഫുള്ളായിട്ട് ഫോളോ ചെയ്യാനാണ്. ഫസ്റ്റ് മെത്തേഡ് എടുക്കുന്നവർ അത് മാത്രം ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ OM പഠിച്ചില്ലല്ലോ, ആ ടെൻഷൻ വേണ്ട. നമ്മൾ എടുത്തതിൽ നമ്മൾ ക്ലിയർ ആയിരിക്കുക. സെക്കൻഡ് മെത്തേഡ് എടുത്തവർ അതിൽ ക്ലിയർ ആയിരിക്കുക. ഓക്കെ, നമ്മൾ എടുക്കുന്ന പോർഷനിൽ നമ്മൾ കറക്റ്റ് ആണെങ്കിൽ ഷുവറാണ് നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. SM അറിയുന്നവർ SM ഫുള്ള് നോക്കിയിട്ട് OMലെ ആ 3 ചാപ്റ്റേഴ്സ് പഠിക്കുക. ഷുവറായിട്ട് 60 മാർക്ക് കിട്ടും. പിന്നെ അതുപോലെ OM അറിയുന്നവരെ സംബന്ധിച്ച് OM ഫുള്ളായിട്ട് പഠിച്ച് SMൻ്റെ 2 ചാപ്റ്റേഴ്സ് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് എടുക്കുക. എൻ്റെ പ്രിഫറൻസിൽ ഞാൻ ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 2 പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ പഠിച്ചു നോക്കും, നിങ്ങൾക്ക് 60 മാർക്ക് ഷുവറായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എഴുതുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് അല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ കാരണം പ്രസൻറ്റേഷൻ ക്ലിയർ ആയില്ല എങ്കിലും 50 മാർക്ക് ഷുവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രിക്വേഷനായിട്ട് 2 ചാപ്റ്റേഴ്സ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇത്രയാണ് നമുക്ക് OM/SM എന്ന പേപ്പറിനെ പറ്റി പറയാനുള്ളത്. നല്ല പേപ്പറാണ്. OM എന്നെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ എങ്കിൽ പോലും SM എനിക്ക് ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ അറ്റംപ്റ്റിൽ 34 മാർക്കേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാൽ അവിടെ ഇവിടെയൊക്കെ നോക്കി പഠിച്ചിട്ടൊക്കെയാണ് പോയത്. നല്ല രീതിക്ക് പ്രിപ്പറേഷൻസ് ഒക്കെ ആണെങ്കിൽ ഇത് നല്ല സ്കോറിങ് പേപ്പറാണെന്ന് എനിക്ക് മനസ്സിലായി. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. എന്തായാലും 50 മാർക്ക് നമുക്ക് എന്തായാലും കിട്ടും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ.
അപ്പം ഇതിൽ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഹോപ്പ് വിടരുത്, കോൺഫിഡൻസ് വിടരുത്, നന്നായിട്ടിരിക്കുക. മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുക, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സഫീഷ്യൻ്റ് ആണ്, പിന്നെ അതിലൊരു ക്വസ്റ്റ്യനിങ്ങും ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഫോക്കസ് ചെയ്യുക, ഈ പറയുന്ന സ്ട്രാറ്റജീസ് നോക്കുക. ഞാൻ ഇതിന് തൊട്ട് മുന്നേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൊട്ട് മുന്നേ തന്നെ നമ്മുടെ ലോയുടെയും അക്കൗണ്ട്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ 8 സബ്ജക്റ്റിന് ഇതിന് അപ്ലോഡ് ചെയ്യും. നിങ്ങളത് ഫുള്ളായിട്ട് കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക യൂസ്ഫുൾ ആണെങ്കിൽ. എന്തെങ്കിലും സജഷൻസോ മിസ്റ്റേക്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിന് കമൻറ്റിൽ പറയാം. പിന്നെ ഞാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ മെയിനായിട്ട് പറയുന്നത്, ഞാൻ പഠിക്കുന്ന ബുക്കെന്ന് പറയുന്നത് ടാക്സ്മാൻ ക്രാക്കർ എന്ന് പറയുന്ന ബുക്കാണ്. ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയാറുണ്ട്, കാരണം എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ച് നല്ല യൂസ്ഫുള്ളാണ് എനിക്ക്. അപ്പം ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എനിക്ക് അത്യാവശ്യം ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞല്ലോ, പക്ഷേ ഞാൻ ഈ ഒരു ഗൈഡ് യൂസ് ചെയ്തിട്ടാണ് ആ 3 ചാപ്റ്റർ പഠിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു ഗൈഡ് നല്ലതാണെന്ന് പറയാൻ കാരണം. അതുപോലെ എല്ലാ സബ്ജക്റ്റിനും എനിക്കത് യൂസ്ഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതാണ് എൻ്റെ നമ്പർ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ബുക്കിനെ പറ്റി അറിയണമെങ്കിലോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വേണമെങ്കിലോ, എൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, എൻ്റെ കയ്യിൽ സോളിഡ് ഫോമിലുണ്ട്. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് തരാം, നിങ്ങൾക്കത് പഠിക്കാം, ഞാൻ അയച്ചു തരുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. അതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ആസ് എ ഫ്രണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളെപ്പോലൊരു സ്റ്റുഡൻ്റാണ് ഞാനും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഫോക്കസ് ചെയ്യുക, നമ്മുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പാസ്സാവാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ടിരിക്കുക, പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.